ഓം ശാന്തി. ഇന്നത്തെ ലോകത്ത് എല്ലാ മനുഷ്യന്മാർക്കും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഏത് കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും ഒരു സിമ്പിളായിട്ടുള്ള ആൻസർ ഉണ്ടായിരിക്കും: സമയമില്ല. എന്തുകൊണ്ട് പഠിക്കുന്നില്ല? സമയമില്ല. എന്തുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നില്ല? സമയമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നില്ല? സമയമില്ല. എന്തേ മെഡിറ്റേഷൻ ചെയ്യാത്തോ? സമയമില്ല. എന്താ സത്സംഗത്തിന് കാണാത്ത? സമയമില്ല. ആരോട് വേണമെങ്കിലും ചെയ്യാത്ത കാര്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഫാക്ടറാണ് സമയമില്ല എന്നുള്ളത്. പക്ഷേ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സമയമില്ല എന്ന് പറയുന്നവർക്ക് 24 മണിക്കൂറിന് പകരം 28 മണിക്കൂറാക്കി കൊടുത്തു എന്ന് വിചാരിച്ചോ, എന്നാലും അവർ നിങ്ങളൊരു ഉത്തരവേ പറയുള്ളൂ: സമയമില്ല. 24 മണിക്കൂറിൽ എന്താ നിങ്ങൾ ചെയ്തെന്ന് അവരോട് ചോദിച്ചു നോക്കിയേ, ആ ചെയ്ത കാര്യങ്ങൾക്കൊട്ട് ലിസ്റ്റോട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് സമയമില്ല എന്ന് പറയുന്നത് കാര്യം ചെയ്യണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുള്ളതാണ് സത്യം. എല്ലാ മനുഷ്യന്മാർക്കും ഭഗവാൻ 24 മണിക്കൂർ തന്നെയാണ് തന്നിരിക്കുന്നത്. ലതാ മങ്കേഷിന് കൊടുത്തതും 24 മണിക്കൂറാണ്. യേശുദാസിന് കൊടുത്തതും 24 മണിക്കൂറാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന് കൊടുത്തതും 24 മണിക്കൂറാണ്. വാരൻ ബഫറ്റിന് കൊടുത്തതും 24 മണിക്കൂറാണ്. ഇവർക്കെല്ലാം 24 മണിക്കൂർ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിൽ നമുക്കും സാധിക്കും. പക്ഷേ സാധിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം എന്ന് മാത്രം. അധിക സമയമില്ല എന്ന് പറയുന്നവരുടെ സമയം എവിടെയാണ് പോകണ്ടാവുക എന്നറിയോ? സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇനി എന്തൊക്കെ സോഷ്യൽ മീഡിയയ്ക്കുള്ളതായിരിക്കുന്ന ടൂള് വന്നിട്ടുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് എല്ലാ ഫീൽഡിലും കറങ്ങണം. ബാക്കി കാര്യം ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്, തൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം 1% പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് സമയമില്ല. ഇതൊക്കെ നോക്കണ്ടേ? കൂട്ടുകാരൊന്നിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന് ഗോസിപ്പ് ചെയ്ത് സമയം കളയാൻ നേരമുണ്ട്, പക്ഷെ പഠിക്കാനായിട്ടുള്ള സമയമില്ല. ഉറങ്ങാൻ 8 മണിക്കൂർ പോയിട്ട് 12 മണിക്കൂർ വരെ ഉറങ്ങുന്ന ആളെ ഞാൻ കാണാറുണ്ട്. ഒരു മനുഷ്യൻ 8 മണിക്കൂറും 12 മണിക്കൂറും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മടിയൻ. കാരണം തൻ്റെ ജീവിതത്തിലെ അധിക സമയം ഉറങ്ങിക്കളയുന്നവരാണ് അവർ. സൂര്യൻ ഉദിച്ച ശേഷം മാത്രം ഉണരുന്ന വ്യക്തി എന്ന് വെച്ചാൽ അർത്ഥം അവൻ ജീവിതത്തിൽ ഒരിക്കലും സൂര്യനെ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ. ഏത് സൂര്യൻ? ആ സൂര്യനല്ല, ജീവിതത്തിൻ്റെ സൂര്യനെ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നേടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിനെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ആർക്കും സമയത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂറാണ്. പക്ഷേ പ്രോപ്പർ വേല് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ജീവിതത്തിൽ സമയം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളില്ല എന്നുള്ളത് മാത്രമാണ്. സമയമില്ല എന്ന് പറയുന്നവർ അവനവൻ്റെ ദിവസത്തെ ഇന്നത്തെ ദിവസം 24 hours ഉറങ്ങുന്ന 4-6 മണിക്കൂർ ഒഴികെ ബാക്കിയുള്ളതായിരിക്കുന്ന 18-20 മണിക്കൂർ ഞാൻ എന്ത് ചെയ്തു എന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കി സമയം അവിടെ കാത്തുനിന്നു, ഇവരെ വെയിറ്റ് ചെയ്തു, അവരെ സംസാരിച്ചു നിന്നു, ഫോൺ വിളിച്ചു നിന്നു, അത് ചെയ്തു, ഇത് ചെയ്തു, ഈ ലിസ്റ്റേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആവണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് സമയം മാറ്റാതെ ടൈം ടേബിൾ, ഡെയിലി റൂട്ടീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ സോഷ്യൽ മീഡിയ ഒന്നും നോക്കരുത്, കാണരുത്, ആരോടും സംസാരിക്കരുതെന്നൊന്നുമല്ല. പക്ഷേ പ്ലാനിങ് അത് നിർബന്ധമായിട്ടും വേണം. ഏത് സമയത്ത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ സ്റ്റഡി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും, ഏത് സമയത്ത് ഞാൻ പഠിക്കാൻ ഉപയോഗിക്കും, ഏത് സമയത്ത് ഞാൻ എൻ്റെ ഗോളിലേക്ക് വേണ്ടി അച്ചീവ് ചെയ്യാനുള്ളതായിട്ടുള്ള ടൈം ഉപയോഗിക്കും. ഞാൻ ഒരു വീഡിയോ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട് എങ്ങനെയാണ് ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. നമ്മുടെ ലൈഫിൽ ഇതേ രീതിയിൽ അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഒരാൾക്ക് വേണ്ടിയും ഇങ്ങനെ നിങ്ങൾ ചെയ്യണം എന്ന് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാൻ മറ്റാരെ കൊണ്ടും സാധ്യമല്ല. കാരണം അവർക്കേ അറിയുള്ളൂ അവരുടെ ഏറ്റവും നല്ല സമയം ഏതാണ്, ഏറ്റവും നല്ല മൈൻഡ് ഫ്രഷായിരിക്കുന്ന ടൈം ഏതാണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് അവനവൻ്റെ സമയം അനുസരിച്ച് ടൈം ടേബിൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ടൈം ടേബിൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളെ തന്നെ ദൃഢസങ്കല്പം കൊണ്ട് കെട്ടിവെക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നിങ്ങളടുത്തും ചോദിക്കുകയെന്ന് വിചാരിക്കൂ, നിങ്ങൾക്ക് ഒരു കാറ് ഫ്രീ ആയിട്ട് വാങ്ങിത്തരാം, ഏത് കാറ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അത് ബ്ലൂ കളർ വേണോ, റെഡ് കളർ വേണോ, BMW വേണോ, അല്ലെങ്കിൽ റേഞ്ച് റോവർ വേണോ, ഏത് കാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ കണ്ടീഷൻ, ഈ ലൈഫിൽ ഒരിക്കൽ മാത്രമേ ആ കാർ നിങ്ങൾക്ക് തരുള്ളൂ എന്നുള്ളതാണ്.
അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് കാറ് വാങ്ങിക്കും? ഇനി വാങ്ങിയ കാറ്, ഏറ്റവും ഇഷ്ടമുള്ള കാറ് വാങ്ങിച്ചു, ആ കാറിനെ പിന്നെ ഒരിക്കലും ഈ ലൈഫിൽ ഇനി മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല, അതേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര നന്നായിട്ട് നിങ്ങളതിനെ നോക്കും. അതാർക്കും ഓടിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനായിരിക്കും, ഇതിന് വല്ലതും പറ്റിയാലേ എനിക്കിനി വേറെ ഒരെണ്ണം കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇതങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അയ്യോ അവിടെ നിർത്തിടാൻ പറ്റില്ല, ഇതിന് വല്ലതും സംഭവിച്ചു പോയാലേ വേറെ കാറ് കിട്ടാനില്ല. ഏതൊരു കാര്യം പറയുമ്പോഴും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കും, ഇതിന് വല്ലതും സംഭവിച്ചാലേ വേറൊരു കാറ് കിട്ടാനില്ല. ശരിയല്ലേ? നിങ്ങൾ അറിയുന്നുണ്ടോ, ഭഗവാൻ നമുക്ക് തന്ന 220 കോടി രൂപ വിലയ്ക്ക് ഒരു ഗിഫ്റ്റായിട്ടൊരു കാറ് തന്നിട്ടുണ്ട്. കണ്ടീഷൻ ഇത് തന്നെയാണ്. ഈ ലൈഫിൽ ഒരിക്കലും ആ കാറിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഏത് കാറായിരിക്കും? ഈ ശരീരമാകുന്ന കാറ്. ഈ കാറിനെ പൊടി പിടിക്കാതെ സൂക്ഷിക്കാൻ, ഈ കാറിനെ പ്രോപ്പറായിട്ട് സർവീസ് സെൻറ്ററിൽ കയറ്റാൻ, ഈ കാറിന് വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള വേണ്ട ക്ലീൻ ആയിരിക്കുന്ന പെട്രോൾ കൊടുക്കാൻ, ഇതിന് വേണ്ടതായിരിക്കുന്ന രീതിയിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് തുരുമ്പ് പിടിക്കാതെ നോക്കാൻ, ഇതിനൊക്കെ നമ്മുടെ അടുത്ത് സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റെല്ലാത്തിനും സമയമുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി സമയമില്ല. പക്ഷേ വാസ്തവത്തിൽ എനിക്ക് വേണ്ടി സമയമില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. കാരണം ഞാനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ സാധിക്കൂ. പലപ്പോഴും പലരിടത്തും കേൾക്കുന്ന പരാതി ഇതാണ്, എനിക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ എനിക്കില്ല, എല്ലാവർക്കും കൊടുക്കാനേ ഉള്ളൂ എന്ന്. പക്ഷേ ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സമയമില്ലാതെ എല്ലാവർക്കും സമയം കൊടുക്കുന്നവർ, ഒരു ദിവസം എല്ലാവരുടെയും സമയം എടുക്കുന്നവരായി കിടക്കേണ്ടി വന്നാൽ എല്ലാവരും നിങ്ങളെ വെറുക്കുകയുള്ളൂ, സ്നേഹിക്കാനാവില്ല. അതുകൊണ്ട് ആദ്യം അവനവന് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നത് അത്യാവശ്യമാണ്. ഈ കാറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും, ഈ കാറിനെ സർവീസ് സെൻറ്ററിൽ കയറ്റാനും, ഈ കാറിന് വേണ്ടതായിരിക്കുന്ന ക്ലീനിങ്, വാഷിംഗ്, പെട്രോൾ കൊടുക്കാനും അവശ്യമായി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇതിനെ മോശമായിട്ടുള്ള കൈകളിൽ പെട്ടുപോവാതെ നല്ല രീതിയിൽ അവനവൻ്റെ കാറിനെ അവനവൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ശ്രദ്ധ മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഈ കാറിന് നമ്മൾ തന്നെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, നോക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് സമയമില്ല എന്നുള്ളത് ഒരിക്കലും ഒരു ഒഴിവ് കഴിവല്ല. ആർക്കും ഒന്നും നേടാതിരിക്കുന്നതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ളതായിട്ടൊരു കവചവുമല്ല. സമയം ഉണ്ടാക്കിയാൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് സമയത്തെ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സമയമില്ല എന്നത് പറയുമെന്ന് വെച്ചാൽ അർത്ഥം ഞാൻ ഓർമ്മിക്കും, പരമാത്മാവിൻ്റെ മഹാവാക്യത്തിൽ കേട്ടതായിട്ടൊരു കോട്ടിങ്. ഭഗവാൻ പറഞ്ഞു, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബുദ്ധു ആര് എന്ന് ചോദിച്ചാൽ, ആര് എനിക്ക് സമയമില്ല എന്ന് പറയുന്നു അവനാണ് ഏറ്റവും വലിയ ബുദ്ധു എന്ന് പരമാത്മ മഹാവാക്യത്തിലെ ടീച്ചിങ്സിലെ കോട്ടിങ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അതുകൊണ്ട് സമയമില്ല എന്ന് പറയരുത്. സമയം നമുക്കുണ്ടാക്കാൻ സാധിക്കും. എപ്പോൾ എന്ത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്താൽ എല്ലാത്തിനുമുള്ള സമയം നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് സമയം ഉണ്ടാക്കണം. ഈ കാറിനെ സംരക്ഷിക്കണം. ഈശ്വരൻ തന്ന വില മതിക്കാനാവാത്ത കാറാണ്, അതിനെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.